ഗുഡ് ഈവനിങ് ആൾ. എല്ലാവരും മില്യൺ ബിസിനസ് ചാനലിലെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് മാർക്കറ്റ് ന്യൂസ് കിടക്കാം. ഇന്ന് നിഫ്റ്റി ചെറിയൊരു ബ്രേക്ക് കണ്ടു. കുറച്ച് നാളിന് ഇടിവിന് ശേഷം ഇന്ന് 257 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയാണ് ഉണ്ടായത്. 23,408 നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ബാങ്ക് ഇന്ന് 54,413 ക്ലോസ് ചെയ്തപ്പോൾ 655 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി മിഡ് ക്യാപ് 146 പോയിൻറ്റ്സ് കുറഞ്ഞ് 54,614 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി സ്മോൾ ക്യാപ് 84 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി 15,810 ക്ലോസ് ചെയ്തു. ഇന്ത്യ വിക്സ് ഇന്ന് 21.60 ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെൻസെക്സ് 938 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി 75,502 ക്ലോസ് ചെയ്തു. ഇന്നത്തെ DIF ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ DI എന്ന് 12,593 കോടി നെറ്റ് ബയേഴ്സ് ആയിരുന്നു. എന്നാൽ FII സെല്ലിംഗ് തുടരുകയാണ്. 9,365 കോടി നെറ്റ് സെല്ലിംഗ് ആയിരുന്നു ഇന്ന് FIയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞിട്ട് ഇന്ന് നിഫ്റ്റി എനർജി, നിഫ്റ്റി ഹെൽത്ത് കെയർ, നിഫ്റ്റി IT, നിഫ്റ്റി മീഡിയ, നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ്, നിഫ്റ്റി ഫാർമ, നിഫ്റ്റി റിയാലിറ്റി എന്നീ സെക്ടേഴ്സ് റെഡിൽ ക്ലോസ് ചെയ്തപ്പോൾ സ്ക്രീനിൽ കാണുന്ന ബാക്കിയുള്ള എല്ലാ സെക്ടേഴ്സും ഇന്ന് ഗ്രീനിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ഓട്ടോ ഒന്ന് 404 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി 24,599 ക്ലോസ് ചെയ്തു. നിഫ്റ്റി എനർജി 389 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി 35,682 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 25,515 ക്ലോസ് ചെയ്തപ്പോൾ 376 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. നിഫ്റ്റി FMCG 544 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി 48,468 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഹെൽത്ത് കെയർ 200 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി 14,402 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ഇൻഫ 7 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി 8,775 ക്ലോസ് ചെയ്തു. നിഫ്റ്റി IT എന്ന് 28 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി 29,042 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി മീഡിയ 1293 ക്ലോസ് ചെയ്തപ്പോൾ 7 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി മെറ്റൽ 25 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി 11,318 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 178 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി 11,108 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ഫാർമ എന്ന് 285 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി 22,547 ക്ലോസ് ചെയ്തു. നിഫ്റ്റി PSU ബാങ്ക് 8,568 ക്ലോസ് ചെയ്തപ്പോൾ 51 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി റിയാലിറ്റി 11 പോയിൻറ്റ്സിൻ്റെ കുറവാണ് ഉണ്ടായത് 698 ക്ലോസ് ചെയ്തു. നിഫ്റ്റി 50 വർഷത്തെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ജാനുവരി 1 26,129 നിഫ്റ്റി ഇന്ന് 23,408 നിൽക്കുമ്പോൾ 10.41% ലോസാണ് ഈ വർഷം നിഫ്റ്റിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ വർഷം മാത്രം 10% ഇടിവ് നിഫ്റ്റിയിൽ ഉണ്ടായി. നിഫ്റ്റിയുടെ ലാസ്റ്റ് 12 മന്ത്സിൻ്റെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാലും വളരെ മോശകരമായിട്ടുള്ള റിസൾട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് 31 മാർച്ച് 2025 23,519 നിഫ്റ്റി ഇന്ന് 23,408 നിൽക്കുമ്പോൾ 0.47% ലോസിലാണ് നിഫ്റ്റി കഴിഞ്ഞ 12 മാസമായിട്ട് നിഫ്റ്റിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ 964 കമ്പനീസ് ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 2,040 കമ്പനികളെന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തത്. ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ അൾട്രാടെക് സിമന്റ് 4.55% റാലി നടത്തി. M&M 3.58% റാലി നടത്തി. ഗ്രാസിം 3.34%, ട്രെൻഡ് 3.11%, ഇറ്റേണൽ 2.95%, HDFC ബാങ്ക് 2.89%, ബജാജ് ഫിനാൻസ് 2.70%, JSW സ്റ്റീൽ 2.35%, ITC 2.26% ആൻഡ് ബജാജ് ഓട്ടോ 2.23% റാലിയാണ് കാണാൻ സാധിച്ചത്. ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഭാരത് ഇലക്ട്രിക് 2.25% ഫോൾ കണ്ടു. മാക്സ് ഹെൽത്ത് കെയർ 1.96% ഫോൾ നടത്തി. കോൾ ഇന്ത്യ 1.43%, ONGC 1.38%, വിപ്രോ 1.25%, ഡോക്ടർ റെഡ്ഡി 1.19%, ശ്രീറാം ഫിനാൻസ് 1.16%, സിപ്ല 1.12%, പവർ ഗ്രിഡ് 1.06% ആൻഡ് സൺ ഫാർമ 1.02% ഫോൾ ആണ് ഇന്ന് കാണാൻ സാധിച്ചത്. ഇതൊരു ബയേഴ്സിലെ റെക്കമെൻഡേഷൻ അല്ല, ഇൻഫർമേഷൻ പർപ്പസിന് മാത്രമാണ് ന്യൂസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസ് അപ്ഡേറ്റ്സ്. അടുത്ത ന്യൂസ് അപ്ഡേറ്റ്സുമായി നാളെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ ഓൾ.